ഉദ്ഘാടനം ചെയ്ത മൗലാന ഉസ്മാൻ ബേഗ്, ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ മൗലാന മുഹമ്മദ് ഈസ മൗലവി പാളിൻ മമ്പി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇ അബൂബക്കർ സാഹിബ്, VM സദറുദ്ദീൻ റസ്തി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ രമേശ് നന്മണ്ട, അബ്ദുറഹിമാൻ പുളിക്കൽ സാഹിബ്, PK റംല സഹോദരി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് P കോയ, അഷ്റഫ് കൊട്ടാരക്കര, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നയരൂപീകരണ സമിതി അംഗങ്ങളും നേതാക്കളുമായ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, അതിൻ്റെ വെയിലും വേർപ്പും കൊണ്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കായ അതിൻ്റെ സാധാരണ പ്രവർത്തകരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഇവിടെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിലെല്ലാം തന്നെ നമ്മെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പരാമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അബു സാഹിബ്, എൻ്റെ സ്വന്തം അനുജൻ രമേശ് നന്മണ്ട, ഇവിടെ പ്രസംഗിച്ച ബഹുമാന്യരായ മറ്റു സുഹൃത്തുക്കൾ. ഞാൻ വളരെ കുറച്ച്, അത്രയേ സമയമുള്ളൂ, വളരെ കുറച്ച് മാത്രം രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ രാജ്യത്തെ ഏറ്റവും ഭീകരന്മാരായ നേതാക്കന്മാരോടൊപ്പവും ഭീകരമായ പാർട്ടികളോടൊപ്പവും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ചിത്രീകരിക്കപ്പെടുന്നത്. പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരന്മാരായിട്ടുള്ള നേതാക്കന്മാരെ സംബന്ധിച്ച് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ സെക്രട്ടറിയെ എനിക്ക് നന്നായിട്ടറിയാം, വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ. അതേമാതിരി തന്നെ മറ്റൊരു ഭീകര പാർട്ടിയാണ് STPI. STPIയുടെയും ഭീകരന്മാരായിട്ടുള്ള നേതാക്കന്മാരെ എനിക്കറിയാം, വളരെ അടുത്തറിയാം. STPI ഉണ്ടായ കാലം മുതൽക്കല്ല, ഒരു 35 വർഷം മുതൽക്ക് തന്നെ എനിക്ക് അവരെ അറിയാം. ആകെ അബു സാഹിബിന്റെ നേരെ ഒരു പെറ്റി കേസ് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര പാവവും മനുഷ്യത്വപരമായിട്ട് ഉയർന്ന ഒരു മനുഷ്യനാണ് അയാൾ. മറ്റൊന്ന് കോയ സാഹിബാണ്. ആകെ ഉണ്ടായിരുന്ന ഒരു കാശ്മീർ പ്രശ്നത്തിന് എന്തോ പുക്കാറുണ്ടായിരുന്നു, അത് കോടതി തള്ളി. പിന്നെയുള്ളത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭീകര സംഘടനയായിട്ടുള്ള ബന്ധമാണ്. അവരുടെ പല പരിപാടികളും, സോൾഡാറ്റിന്റെ പരിപാടി, ഈ അടുത്തും ആ റെയിൽവേന്റെ സംബന്ധിച്ചിട്ടുള്ള ഈ ഹമ്പൊക്കെ നിറഞ്ഞ 1,20,000 കോടി 12,000 കോടി ചെലവഴിക്കാനുള്ള പദ്ധതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഭീകരമായിട്ടുള്ള സംഘടനകളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഇവരൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഭീകരന്മാരല്ല, എന്നോട് താരതമ്യപ്പെടുത്താവുന്ന ഭീകരന്മാരും അല്ല ഇവരാരും. ഞാൻ 1948 ഭീകരമായ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ കൂടെ നിൽക്കുകയും പോരാടുകയും ചെയ്തില്ല. അക്കാലത്താണ് ജന്മിമാർക്കെതിരെ മാസത്തിൽ അവരുടെ വീടുകളിൽ കയറി നെല്ലെടുത്ത് വിതരണം ചെയ്യൽ മുതൽ, പോലീസുകാരെ എറിഞ്ഞു കൊല്ലൽ മുതൽ, പുന്നപ്ര വയലാർ മുതൽ അങ്ങ് ഒഞ്ചിയത്തും മറ്റെല്ലാ 49 പേരെയാണ് അന്ന് ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ സേലം ജയിലിൽ വെടിവെച്ചു വന്നത്. ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പമായിരുന്നു ഞാൻ. ഇവിടെ തന്നെ മാസത്തിൽ ലണ്ടൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ സർക്കിൾ ഇൻസ്പെക്ടർ ആ മാരിമകോവിലിന്റെ മുമ്പിൽ അടിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഓവിജാലിൽ തള്ളിണ്ടായി. ആ പോലീസ് സ്റ്റേഷൻ, നഗരം പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസുണ്ടായി. ഇവരോടൊക്കെ ഞാനുണ്ടായിരുന്നു. കോഴിക്കോട്ടെ നെയ്ത്തുതൊഴിലാളികളാണ് അതിലൊക്കെ മുൻകൈ എടുത്തിരുന്നത്. ഞാൻ അന്ന്
കോഴിക്കോട്ടെ പ്രസിദ്ധമായിട്ടുള്ള 46-ൽ കോൺഗ്രസിലെ ഒരു തൊഴിലാളിയാണ്. അപ്പം ഇതിലൊക്കെ പങ്കെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകരനായി ചിത്രീകരിക്കപ്പെട്ട ആളുകളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് പെണ്ണ് കിട്ടാത്തൊരു കാലമായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റുകാരാണ് അതിന്റെ ലേബലിൽ നിന്നിട്ടാണ്, ആ ഓഫീസുകളിൽ ഇരുന്നിട്ടാണ് വാസു ഭീകരനാണെന്ന് ചിത്രീകരിക്കപ്പെടുന്നത്. ആ രീതിയിൽ വാസ്തവത്തിൽ ഇപ്പം വേറെയും കുറെ കൂട്ടർ പറയുന്നത് നക്സലൈറ്റുകൾ. മറ്റൊരു വാസ്തവത്തില് പാർലമെന്ററി ഡെമോക്രസിയിൽ പങ്കെടുക്കുകയും അതിന്റെ ചക്രക്കൊടക്കാനും വേണ്ടിയിട്ട് പോയതിനു ശേഷമാണ് ഞാൻ അതിൽ നിന്ന് പോരുന്നത്. ഇപ്പോഴേ നക്സലൈറ്റുകളാണ് അത് പറയുന്നത്. നക്സലൈറ്റുകൾ പറയുന്നു ഈ മുസ്ലിം പോപ്പുലർ ഫ്രണ്ട് പോലുള്ള മുസ്ലിം തീവ്രവാദികളായിട്ടാണ് വാസുവാട്ടിന്റെ ചങ്ങാത്തം എന്നാണ് പറയുന്നത്. അവരും വാസ്തവത്തിൽ 2-3 ഗ്രൂപ്പുകൾ ഇവിടെ അല്പസ്വല്പുണ്ട്, തകർത്തു. ഞാൻ പോന്നതിന് ശേഷം അത് പൂർണ്ണമായിട്ട് തകർന്നു. അതിന് ശേഷമാണ് അത് ഭിന്നിച്ചത്. ഞാൻ എഴുതി കൊടുത്തു. അതായത് ഈ സവർണകുമാരന്മാര് ആ സവർണ പ്രത്യയശാസ്ത്രം അവരുടെ മനസ്സിൽ നിന്ന് ഒഴിക്കാണ്ട് ഈ നക്സൽ പ്രസ്ഥാനമോ മാവോ ചിന്തയോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അന്ന് രാജിവെച്ച് പോരുന്നത്. അവരും ഒപ്പം പറയുന്നത് ഞാൻ വാസ്തവത്തിൽ ഈ മുസ്ലിം ഭീകര സംഘടനകളോടൊപ്പം പ്രവർത്തിക്കുന്നു. ഇവര് വാസ്തവത്തിൽ വളരെ നൈസ് പാർട്ടികളാണെന്നാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ ഇവർക്കിൽ ഒരു ഭീകരതയില്ല. ഞാനുമായിട്ട് താരതമ്യപ്പെടുത്തുന്നേരോ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ എന്തൊക്കെയോ ഭീകരത നിങ്ങൾക്കറിയാം. വാസ്തവത്തിൽ എൻ്റെ പേരിൽ എന്തെല്ലാം ചാർജ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ 30 കൊല്ലത്തിൻ്റെ ഇടയിലും എന്തൊക്കെ ചാർജ് ഉണ്ടായി. സഖാ വർഗീസും ഞാനും മരിക്കുന്നതിൻ്റെ മുന്നേ വെറും 24 മണിക്കൂർ മുന്നെയാണ് ഞങ്ങൾ വേറെ പിരുന്ന ആ മലയിൽ പോകുന്നത്. അപ്പൊ അങ്ങനെ തോക്കെടുത്ത് പോയിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ഇവർ ഉപദേശിക്കുകയാണ്, ഇവരൊക്കെ ഈ മുസ്ലിം ഇന്ന് ഉണ്ടായതിനു ശേഷം ഒരാളെ ഒരു കല്ലെടുത്തെറിയാത്ത ഈ മനുഷ്യരെ, ഈ മനുഷ്യസ്നേഹികളായ ധീരരായ ദീർഘദൃഷ്ടിയുള്ള ഈ മനുഷ്യരെ ഭീകരരായി ചിത്രീകരിക്കും. എന്നെ വാസ്തവത്തിൽ ഒരു നിസ്സഹായനായ, ഒന്നും കാണാൻ കഴിവില്ലാത്ത, അനുഭവങ്ങളില്ലാത്ത ഒരു പാവത്താനായും ചിത്രീകരിച്ചുകൊണ്ട് ഈ ഭീകരരുടെ കൂടെ കൂടുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ അവർക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, വാസ്തവത്തിൽ നിങ്ങൾ ഇനി അങ്ങനെ രക്ഷിക്കണ്ട. ഞാൻ വാസ്തവത്തിൽ 82-83 വയസ്സായിട്ടുള്ള ഒരാളാണെങ്കിലും ഇപ്പോഴും വിപ്ലവത്തിന് വേണ്ടി, വർഗസമരത്തിന് വേണ്ടി, പോരാട്ടത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. എനിക്ക് ആവശ്യം ഭീകരരെയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വവും ഇന്ത്യൻ ബൂർഷ്വാസിയും ഈ രാജ്യത്തെ സവർണ ഫാസിസ്റ്റുകളും സവർണ പ്രത്യയശാസ്ത്രവും ഭീകരരാണെന്ന് ചിത്രീകരിക്കുന്നവരെ അന്വേഷിച്ച് നടക്കുകയാണ് എൻ്റെ ജോലി. ആ ജോലി ഞാൻ നിർത്താൻ പോകുന്നില്ല. അത് മരണം വരെ. ഇനിയിപ്പോൾ മരിക്കുന്നതിന് അത്രയധികം വേണ്ടല്ലോ. ആ മരണം വരെ ഞാൻ ആ പണി നിർത്താം. നിങ്ങളുടെ ഉപദേശം കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ഇവര് ഭീകരരല്ല. എന്നിട്ടും ഭീകരനായ ഞാൻ ഇവരുടെ പിന്നാലെ കയറി പോവുകയാണ്. എന്താ കാരണം എന്നറിയാം നിങ്ങൾക്ക്? 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ വിചാരിച്ച അത്ര ഭീകരതയൊന്നും ഇവർ കാണിക്കില്ല. ഇവരെല്ലാം നൈസ് പാർട്ടികളായിട്ടാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇവരോടൊപ്പം നിൽക്കുന്നതിന് എനിക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രധാന കാരണം ഈ ലോകത്തിന്റെ മുഖ്യ ശത്രു അമേരിക്കൻ സാമ്രാജ്യത്വമാണെന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുടനീളം മുസ്ലിമുകൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് കാണുന്നുണ്ട്. ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ വിലപിച്ച് നടക്കുകയാണ്, ഇവര് ഭീകരരാണെന്ന്. ലോകത്തെ ഏറ്റവും വലിയ സമുന്നതനായിട്ടുള്ള മാർക്സിസ്റ്റ് മാവോസത്തുങ്, ഈ ആധുനിക കാലഘട്ടത്തിന്റെ മാർക്സിസ്റ്റ് മാവോസത്തുങ് പറഞ്ഞത് ലോക ജനങ്ങളെ ഒന്നിക്കുക. അദ്ദേഹം അവസാനം പറഞ്ഞതാണ് ലോക ജനങ്ങളെ ഒന്നിക്കുക, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് മറിച്ചിടുക. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് മറിച്ചിട്ടാൽ മാത്രമേ ഈ ലോകത്ത് എന്തെങ്കിലും ജനാധിപത്യവും സ്ഥിതി സമത്വം ഒക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ദീർഘദൃഷ്ടിയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. തീർച്ചയായും പോപ്പുലർ ഫ്രണ്ടുകാരനും ജമാഅത്തെ ഇസ്ലാമിക്കാരനും ഈ രാജ്യത്തെ മറ്റ് മുസ്ലിം
ആ പാർട്ടികളിലെ ലീഗിനെ പോലുള്ള പാർട്ടികളല്ല ഞാൻ പറഞ്ഞു, അവർക്കെല്ലാം മുഖ്യ ശത്രു ആരാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ രാജ്യത്ത്. ആ രീതിയിൽ ഈ പിന്നെ നമ്മുടെ ഈ രാജ്യത്തെ മാറ്റി തീർക്കാൻ, ലോകത്തെ മാറ്റി തീർക്കാൻ, ലോക ജനങ്ങളെ ഒന്നിക്കുക, അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെ മറിച്ചിടുക, ലോക ജനങ്ങളെ ഒന്നിക്കുക, ലോകത്തിലെ അമേരിക്കൻ ലോക രാജ്യങ്ങളിൽ പടർന്നു കയറിയ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നീരാളി കൈകൾ അതാത് രാജ്യത്ത് വെച്ച് അറുത്തു മാറ്റുക. അതാണ് നമ്മുടെ കടമ. അതുകൊണ്ടാണ് ആ സവർണ ഫാസിസത്തെ സംബന്ധിച്ചും സവർണ പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ചും ജാതികളെ സംബന്ധിച്ചും ജാതികളിൽ നിബദ്ധമായ ഇന്ത്യൻ ഫ്യൂഡലിസത്തെ സംബന്ധിച്ചും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനെ തകർക്കുന്നത് ഇതിനെ മാത്രം തകർക്കലല്ല, ഇന്ത്യയിലെ ഭരണവർഗത്തിനെ തകർക്കലല്ല, അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെ തകർക്കലാണ്. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ വേരറുക്കലാണ്. അതിന് വാസ്തവത്തിൽ ഐക്യമാണ് പ്രധാനം. അതിന് ഐക്യമാണ് പ്രധാനം. യോജിക്കേണ്ടവർ യോജിക്കാതിരുന്നതാണ് ലോകത്തിലെ അധസ്ഥിത വർഗ പോരാട്ടങ്ങളുടെ പരാജയ കാരണമെന്നാണ് മാർക്സിസ്റ്റ് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ലോക തൊഴിലാളികളെ ഒന്നിക്കുക, ലോക തൊഴിലാളികളെ ഒന്നിക്കുക. നിങ്ങൾക്ക് നേടാനുള്ളത് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കാഴ്ചങ്ങലകൾ മാത്രമാണ്, നിങ്ങൾക്ക് നേടാനുള്ളത് ഒരു ലോകം മുഴുവൻ. അതാണ് മാർക്സ് പറഞ്ഞതെങ്കിൽ മാവ്സെത്തുങ് പറഞ്ഞത് ലോക ജനങ്ങളെ ഒന്നിക്കുക എന്നാണ്. കുറച്ചും കൂടി വ്യാപകമാക്കി ലോക ജനങ്ങളെ ഒന്നിക്കുക. ആ പ്രധാന മുഖ്യ കടമയായിട്ടുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെ മറിച്ചിടുക. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെ സംബന്ധിച്ച് ഞാനിവിടെ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ആ രീതിയിലുള്ള ഒരു കടമനെ സംബന്ധിച്ച പ്രശ്നം ഈ രാജ്യത്തെ അധസ്ഥിത വർഗത്തിനെ മുഴുവൻ യോജിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ അംബേദ്കർക്ക് എന്താണ് പങ്ക്, ആ മഹത്തായിട്ടുള്ള മനുഷ്യൻ എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ പലപ്പോഴായിട്ട് ഈ തരം വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും യോജിക്കേണ്ടവരെ യോജിക്കാൻ മാവ്സെത്തുങ്ങിന്റെയും അംബേദ്കറുടെയും സിദ്ധാന്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ജനത പോരാടേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ആ പ്രത്യയശാസ്ത്രത്തിലൂടെ ഈ രാജ്യത്തെ ദലിത്, പിന്നോക്ക, ന്യൂനപക്ഷ വിഭാഗങ്ങളെ യോജിപ്പിക്കേണ്ടത് അവരാണ് 90%. അങ്ങനെയാണ് ഈ രാജ്യത്തെ കുത്തക കോർപ്പറേറ്റുകളെ അവസാനിപ്പിക്കാൻ കഴിയുക. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ വിഭാഗം ഉയർത്തിക്കൊണ്ടുവന്ന ഇപ്പോഴേ കഴിഞ്ഞ കൊല്ലം 5-6 ലക്ഷം കോടിയായിരുന്നു വലിയ വമ്പന്മാർക്ക്. നിങ്ങൾക്കറിയാം, റിലയൻസ് മുതൽ ലക്ഷ്മി മിത്തൽ മുതൽ പേരുള്ള ഇപ്പൊ 13 ലക്ഷം കോടിയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു ഇത് ഇത്രയും അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇരച്ചിരിക്കുന്നത്. അവർ 1.5 കൊല്ലം കൊണ്ട് വാസ്തവത്തിൽ 6 ലക്ഷം കോടി 7 ലക്ഷം കോടി എന്നുള്ളത് 13 ലക്ഷം കോടി, 11 ലക്ഷം കോടി, 13 ലക്ഷം കോടി. ആരുടേതാണ് പണം? ജനങ്ങളുടേതാണ് പണം. ജനങ്ങളുടെ അധ്വാനത്തിന്റെ വേർപ്പിന്റെ ഫലമാണ് വാസ്തവത്തിൽ പണം. ആ പണം മുഴുവൻ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ജനങ്ങളിവിടെ വാസ്തവത്തിൽ അങ്ങേയറ്റം കൊടിയ ദുരിതത്തിലാണ്. അവന് ഭൂമിയില്ലാതെ അവൻ അടുക്കളയിൽ ശവം മറവുകയും ചെയ്യുകയും ആലമാന്തി ശവം മറവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണവർഗം, അവൻ മാർക്സിസ്റ്റുകാരനാണ്, അവൻ കോൺഗ്രസ്സുകാരനാണ്, അവൻ മറ്റെല്ലാം അവര് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 1,18,000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിവേഗ റെയിൽവേ